ഹലോ, അസ്സലാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ എല്ലാവരും കർക്കിടക മരുന്നുണ്ടാക്കുന്ന തിരക്കിലായിരിക്കല്ലേ. അങ്ങനെ ഞാനും ഉണ്ടാക്കി എൻ്റേതായ ഒരു ഔഷധ ഗുണമുള്ള വളരെയേറെ ഔഷധ മൂല്യമുള്ള ഒരു മരുന്ന്. അതിന് പ്രധാനമായും ഞാൻ എടുത്തത് ഞവര അരിയാണ്. 1/4 കിലോ ഞവര അരി, പിന്നെ നിലക്കടല, പിന്നെ ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട, എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് ആശാളിയാണ്. കർക്കിടക കഞ്ഞിക്കും കർക്കിടക മരുന്നിനും അധികമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ആശാളി. അതെല്ലാവർക്കും അറിയുമായിരിക്കും ആശാളി എന്ന് പറഞ്ഞാൽ. പിന്നെ ഉണക്കമുന്തിരി, ബദാം, പിന്നെ എള്ള്, കാര്യമായിട്ട് 1/2 കിലോ എള്ള്. 1/4 കിലോ ഞവര അരിക്ക് 1/2 കിലോ എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 കിലോ സാദാ ഈത്തപ്പഴം, പിന്നെ ഒരു പിടി ചെറിയ ജീരകം, ഒരു കഷ്ണം ചുക്ക്, പിന്നെ ഒരു പിടി കരിഞ്ജീരകം, പിന്നെ ഒരു കൊപ്പര, പിന്നെ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് വെല്ലം, പിന്നെ ഒരു 3-4 ഏലക്കായ. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഈ മരുന്നുണ്ടാക്കാൻ ആവശ്യമായി വേണ്ടത്. ഇതൊക്കെ നല്ല വൃത്തിയായി കഴുകി ഉണക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഡീപ്പായി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. സാധാരണയായി ഞവര അരി കർക്കിടക കഞ്ഞിയിലോ ഞവര കിഴിയിലോ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞവര അരിയിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ ഷുഗർ പേഷ്യൻസിന് ഗുണകരമാണ്. ഈ പ്രമേഹം രക്തസമ്മർദ്ദം ഉള്ളവർ സാധാരണ ഞങ്ങളെ അരി ഉപയോഗിക്കുന്നതിനേക്കാളും ഈ ഞവര അരി ഉപയോഗിച്ചാൽ രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കാൻ ഇതുകൊണ്ട് സഹായിക്കും. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ എള്ളിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകളെയും പല്ലുകളെയും മെച്ചപ്പെടുത്തുന്നു, ബലപ്പെടുത്തും അത്. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഇ, സിങ്ക് മുതലായവ ചർമ്മത്തിന് തിളക്കവും മുടിക്ക് വളർച്ചയും നൽകും. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള അയൺ, വിറ്റാമിൻ B6 എന്നിവ ധാരാളം ഉള്ളത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. പിന്നെ നിലക്കടല ഒരു പ്രോട്ടീൻ്റെ ഉറവിടമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇത് പേശികളുടെ വളർച്ചയ്ക്കും ശരീരബലത്തിനും അത്യുത്തമമാണ് നമ്മളുടെ നിലക്കടല. ഇത് ചെറിയ വളർന്നു വരുന്ന കുട്ടികൾക്കെല്ലാം ഏറ്റവും നല്ലൊരു സാധനമാണ്. പിന്നെ ബദാമിൽ വിറ്റാമിൻ ഇ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഓർമ്മശക്തിക്കും ആരോഗ്യത്തിനും ഏറ്റവും ഉത്തമമാണ്. പിന്നെ ഉള്ളത് നമ്മൾ ഫ്ലാക്സീഡാണ്. നമ്മൾ ഇതിലെ മെയിൻ താരം. ഫ്ലാക്സീഡിനെ പറ്റി നിങ്ങളോടൊന്നും പറഞ്ഞു തരണമെന്നില്ല. ഒരു 40 വയസ്സിന് ശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് നിലനിർത്താൻ ഈ ഫ്ലാക്സീഡ് ഏറ്റവും അത്യുത്തമമാണ്. ഞാൻ കുറേ കാലമായി ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. മരണമില്ലാത്ത മറ്റെല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് കരിഞ്ജീരകത്തിൽ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ കരിഞ്ജീരകവും ചുക്കും നല്ല ജീരകവും ചെറിയ ജീരകവും കൂടി ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. കൊപ്പര ചിരകിയെടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുണ്ട പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരല്പം ഉഴുന്നും ഒരല്പം ഇച്ചിരി ഉലുവയും. ഇനി ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തെരുതെരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അധികം നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല, തെരുതെരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. നിങ്ങളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ ആയിരിക്കണോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ മരുന്നുണ്ട കേടുവരാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും തെരുതെരിപ്പായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം നൈസായി പൊടിക്കാൻ പാടില്ല, തെരുതെരിപ്പായിട്ട് തന്നെ പൊടിക്കണോ. ഇത് എള്ളും ഞാൻ അധികമായി ഗ്രൈൻഡ് ചെയ്തിട്ടില്ല, ഒരു നുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞില്ലേ, അതേപോലെ നുറുക്കിയെടുത്തതേ ഉള്ളൂ. അധികമായി എടുത്താൽ അത് അരിഞ്ഞു പോയാൽ അത് ഇങ്ങനെ പറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഈത്തപ്പഴവും വേറെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് പശു നെയ്യും പിന്നെ ഒലീവ് ഓയിലും കൂടിയിട്ട് നമുക്ക് അതിൽ എല്ലാം ഒന്ന് മിക്സാക്കി വിരകി എടുക്കണം. അതിന് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കട്ടിയുള്ള ഒരു ഫ്രൈ പാനോ
ഒരു ചട്ടിയോ എന്തായാലും തരക്കടിയില്ല. ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് 2-3 ടീസ്പൂൺ പശു നെയ്യും പിന്നെ ഒലീവ് ഓയിലും പാർന്ന് അതിൻ്റെ കൂടെ ഉരുക്കി വെച്ച വെല്ലവും കൂടി പാർന്ന് അത് പതച്ച് വരുമ്പോൾ അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ നമുക്ക് അല്പാൽപമായിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വെല്ലം 2, 3, 4 അത് അവർക്ക് വേണ്ടി ക്രമീകരിക്കാം. പക്ഷേ ഞാനിവിടെ 2 പീസ് വെല്ലം എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഈത്തപ്പഴം കൂടി വരുമ്പോൾ മധുരം അത് ബാലൻസ് ആയിട്ട് വരും. അങ്ങനെ എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അത് ചെറിയൊരു സിമ്മിൽ തന്നെ ചൂടാകാൻ വേണ്ടി വെക്കണം. എങ്കിലേ അതിൻ്റെ പൂപ്പൽ വരാണ്ട് കുറച്ച് നമുക്കൊരു മാസത്തോളമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. കൈക്ക് ഒട്ടാത്ത പരുവമായാൽ തീ ഓഫ് ചെയ്യുക. ചൂടാറും പിന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുക. ഇത് ഒരു മാസത്തോളം അല്ലെങ്കിൽ 2 മാസത്തോളം ഉപയോഗിക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ ഈസിയായി എടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഉത്തമ ഔഷധ പലഹാരമാണിത്.